വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12 ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ വരെ പഠിച്ചു നിർത്തിയത് ഇത് ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ്, അതിൻ്റെ കുറേ എക്സാമ്പിൾസാണ് നമ്മൾ ഇതുവരെ പഠിച്ചു നിർത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്, നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പഠിച്ചപ്പോൾ അതിനകത്ത് കുറച്ചധികം റിസൾട്ടുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ എക്സാമ്പിൾ മാത്രമേ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. റിസൾട്ടുകൾ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ സൈൻ ഇൻവേഴ്സ് എക്സിന് വൈ എന്ന് നെയിം ചെയ്യുക. ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ഈ സൈൻ ഫംഗ്ഷനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്താ ഈ ഇൻവേഴ്സ് അങ്ങ് കളയാൻ പറ്റും. അപ്പോൾ സൈൻ ഫംഗ്ഷനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് എന്തായിട്ട് മാറും? സൈൻ വൈ ഈക്വൽ ടു എക്സ് ആയിട്ട് അത് മാറും. ഓക്കെ, സൈൻ ഫംഗ്ഷനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? സൈൻ ഇൻവേഴ്സ് എക്സിന് വൈ എന്ന് നെയിം ചെയ്തു. എന്നിട്ട് ഈ സൈൻ ഫംഗ്ഷനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ സാധനത്തെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുക. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് വെച്ചിട്ടാണ് നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഓക്കെ, സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എന്താ അല്ലേ? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ. നമുക്ക് ഫംഗ്ഷൻ വൈയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒപ്പം എന്തും കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വൈയുടെ ഡെറിവേറ്റീവും കൂടെ കണ്ടുപിടിക്കണം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ ഇനി ഏത് പ്രോബ്ലം ചെയ്താലും അതിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കയറി വരും കേട്ടോ. ചെയിൻ റൂൾ ആണെങ്കിലും ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന രീതിയാണെങ്കിലും എല്ലാം നമുക്ക് ഇതിൽ ഓരോ ക്വസ്റ്റ്യനിലും ചിലപ്പോൾ കയറി വരാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിത് ഈ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഈ കോസ് വൈനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ കോസ് വൈ. ഓക്കെ, ഞാൻ ഈ കോസ് വൈക്ക് ഞാനിവിടെ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യുക. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ കോസ് വൈക്ക് പകരം ഞാനൊരു റിസൾട്ട് അപ്ലൈ ചെയ്യുവാണ്. റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ വൈ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു റിസൾട്ട് നമ്മൾ എവിടെയെങ്കിലും കണ്ടതായിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഓർക്കണ്ടോ? അതായത് നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇങ്ങനെ ഒരു റിസൾട്ട് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ കോസ് വൈക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ ഈ കോസ് സ്ക്വയർ എക്സ് മാത്രം ഇവിടെ നിർത്തിയിട്ട് ഈ സൈൻ സ്ക്വയർ എക്സിനെ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റുക. അപ്പോൾ എന്ത് വരും? കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പോൾ ഈ കോസ് എക്സ് കണ്ടുപിടിക്കാൻ അല്ലേ, കോസ് സ്ക്വയർ എക്സ് എൻ്റെ റൂട്ട് എടുക്കുമ്പോഴല്ലേ കോസ് എക്സ് വരുള്ളൂ. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇപ്പുറത്തെ റൂട്ട് എടുക്കുമ്പോൾ 1 ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഈ സെയിം സാധനം തന്നെയല്ലേ ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കണേ. എക്സിന് പകരം ഇവിടെ ഫംഗ്ഷൻ വൈ ആണെന്നേ ഉള്ളൂ. കോസ് വൈയുടെ റിസൾട്ട് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ വൈ. അപ്പോൾ എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത് പിടികിട്ടിയല്ലോ. ഓക്കെ, ഇത് ഒരു സൈഡിലോട്ട് നിങ്ങൾ എഴുതി വെച്ചേക്കണം. പിന്നീട് എടുത്ത് നോക്കുമ്പോൾ കോസ് വൈ എങ്ങനെ ഇതായി മാറി എന്നുള്ളത് ഡൗട്ട് അടിച്ചിരിക്കരുത്. ഒരു സൈഡിലായിട്ടൊക്കെ നിങ്ങളിതൊന്ന് എഴുതി വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കോസ് വൈക്ക് പകരം നമ്മളവിടെ റിസൾട്ട് അവിടെ അപ്ലൈ ചെയ്തു. റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ വൈ. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മളിത് ഇവിടെ തുടക്കത്തിൽ തന്നെ സൈൻ വൈക്ക് ഒരു വാല്യൂ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താ? എക്സ്. അത് നേരെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കാനായിട്ട് പോകുക. അപ്പോൾ എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. കണ്ടോ, നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി. കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ് ഇതെല്ലാത്തിൻ്റെ റിസൾട്ടുകൾ കണ്ടുപിടിക്കുന്നത്. ഇത് എക്സാമിന് അങ്ങനെ ചോദിക്കുമെന്നല്ല, പക്ഷേ ഈ റിസൾട്ടുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് നമുക്ക് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ റിസൾട്ടുകൾ എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് താഴെയായിട്ട് എഴുതാം. അപ്പോൾ ആദ്യം നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ തന്നെ എഴുതാം. ഓക്കെ, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ എന്താ നമ്മളിപ്പോൾ പഠിച്ചത്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റിസൾട്ട് എന്താണ്? 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അടുത്ത നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ എഴുതാം. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ഈ സെയിം സാധനം തന്നെ ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. മൈനസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ഈ സെയിം സാധനം തന്നെ ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ അല്ലേ? അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ
എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ഇത് തന്നെ ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ മതി -1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ റിസൾട്ടുകൾ, സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ്. ഇത്രയും റിസൾട്ടുകൾ നിങ്ങൾ പക്കായിട്ട് കാണാതെ പഠിച്ചിരിക്കണം. കാരണം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോബ്ലങ്ങളിലൊക്കെ ഈ റിസൾട്ടുകൾ ഇപ്പം കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിലോട്ടൊക്കെ ചിലപ്പോൾ കയറി വരാം. അപ്പോൾ അതിനൊക്കെ ഈ റിസൾട്ടുകൾ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളൊരു സാമ്പിൾ മാത്രമാണ് തുടക്കത്തിൽ ഞാൻ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഈ രീതിയിൽ ചെയ്ത് കാണിച്ചത്. എക്സാമിന് അങ്ങനെ ചോദിക്കത്തില്ലെന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഈ റിസൾട്ടുകളൊക്കെ നിങ്ങൾ ഇതേപടി ഒന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടുകളെല്ലാം തന്നെ നല്ല രീതിയിൽ കാണാതെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്